കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ കോട്ടയാണ് കൊട്ടാരക്കര. ഒരിക്കൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ സാമ്രാജ്യമായിരുന്ന ഇവിടം ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയാണ്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് വേദിയാകുകയാണ്. CPM-നായി KN ബാലഗോപാലും കോൺഗ്രസിനായി ഐഷ പോറ്റിയും മത്സരിക്കുമെന്ന് ഉറപ്പായ മണ്ഡലത്തിൽ ആരാകും NDA സ്ഥാനാർത്ഥിയെന്നാണ് ഇനി അറിയേണ്ടത്. 2020-ലൂടെ NDA മുന്നിലെത്തിയ അഖിൽ മാരാറോ അതോ BJP-യിലേക്ക് എത്തിയ മുൻ കോൺഗ്രസ് നേതാവ് R രശ്മിയോ? ആരാകും കൊട്ടാരക്കരയിലെ NDA സ്ഥാനാർത്ഥി? നമുക്ക് സാധ്യതകൾ പരിശോധിക്കാം. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയെ എത്തി KN ബാലഗോപാലിനെ വിറപ്പിച്ച മഹിളാ കോൺഗ്രസ് മുൻ നേതാവ് R രശ്മി കാവി അണിഞ്ഞു കഴിഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ രശ്മി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി. മണ്ഡലം ഇതെന്ന് പറഞ്ഞില്ലെങ്കിലും അത് കൊട്ടാരക്കര തന്നെയാകുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് വോട്ടുകൾ BJP-യിലേക്ക് എത്തിക്കുക എന്ന കൃത്യമായ തന്ത്രമാണ് ഇതിനു പിന്നിൽ. ഇവിടെയാണ് അഖിൽ മാരാർ ചോദ്യചിഹ്നമാകുന്നത്. കൊട്ടാരക്കര സ്വദേശിയായ അഖിൽ മാരാർ 2020-ൽ ചേർന്ന് NDA-യുടെ ഭാഗമായി കഴിഞ്ഞു. സ്വാഭാവികമായും സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിൽ അഖിൽ മത്സരിക്കുമെന്ന് കരുതിയിരിക്കവെയാണ് രശ്മിയുടെ കടന്നുവരവ്. ഇതോടെ അഖിൽ മാരാർ എവിടെയാകും മത്സരിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. കൊട്ടാരക്കരയുടെ രാഷ്ട്രീയ പരിസരത്ത് അഖിൽ മാരാറും R രശ്മിയും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും മുതൽക്കൂട്ടാണെങ്കിലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓരോരുത്തർക്കും അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങളുണ്ട്. രശ്മിയെ BJP പരിഗണിക്കുന്നതിൽ വ്യക്തമായ ചില രാഷ്ട്രീയ കണക്കൂട്ടലുകളുണ്ട്. ആദ്യത്തേത് UDF വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുക എന്നത് തന്നെയാണ്. 2021-ൽ 58,000-ഓളം വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥിയാണ് രശ്മി. കോൺഗ്രസിൻ്റെ അടിത്തട്ടിലെ വോട്ടർമാരുമായി രശ്മിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട്. BJP സ്ഥാനാർത്ഥിയാകുന്നതോടെ ഈ വോട്ടുകളിൽ 1% കൂടെ കൂട്ടാൻ അവർക്ക് സാധിച്ചേക്കും. മഹിളാ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ വനിതാ വോട്ടർമാർക്കിടയിലും രശ്മിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. BJP-ക്ക് എപ്പോഴും ബാലികേറാമലായ വനിതാ വോട്ടുകൾ സമാഹരിക്കാൻ ഇത് സഹായിക്കും. കഴിഞ്ഞ തവണ KN ബാലഗോപാലിനെതിരെ പോരാടിയ പരിചയസമ്പത്തും രശ്മിക്ക് അനുകൂല ഘടകമാണ്. മണ്ഡലത്തിലെ ഓരോ മുക്കും മൂലയും അവർക്ക് സുപരിചിതമാണ്. എന്നാൽ അഖിൽ മാരാറിലേക്ക് എത്തുമ്പോൾ യുവാക്കളുടെ വോട്ടാണ് മാനദണ്ഡമാവുക. 2020 വഴി NDA-യിലേക്ക് എത്തിയ അഖിൽ മാരാറെ ഒരു ക്രൗഡ് പുള്ളറായാണ് മുന്നണി കാണുന്നത്. അഖിലിൻ്റെ സെലിബ്രിറ്റി ഇമേജ് മുതലാക്കുക എന്നതിലാകും അവർ പ്രാധാന്യം കൊടുക്കുക. ബിഗ് ബോസ് വിജയത്തിന് ശേഷം അഖിലിന് കേരളത്തിലുടനീളം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ ഫാൻ ബേസ് ഉണ്ട്. ഇത് രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറം ഒരു തരംഗം സൃഷ്ടിക്കാൻ സഹായിക്കുമോ എന്നാണ് മുന്നണി നോക്കുന്നത്. ചാനൽ ചർച്ചകളിലും പ്രസംഗവേദികളിലും അഖിൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ BJP അണികൾക്ക് വലിയ ആവേശമാണ്. ഇടത് വലത് മുന്നണികളെ ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ അഖിലിന് കഴിയും. അതോടൊപ്പം കിഴക്കമ്പലം മോഡൽ വികസനം ചർച്ചയാക്കാൻ 2020 സ്ഥാനാർത്ഥി അഖിൽ വരുന്നത് ഗുണകരമാകും. അതേസമയം ഇന്നലെ BJP അംഗത്വം സ്വീകരിക്കവേ കൊട്ടാരക്കര കേന്ദ്രീകരിച്ചാണ് തന്റെ പ്രവർത്തനമെന്നും ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ തീരുമാനിക്കുമെന്നുമായിരുന്നു രശ്മി പറഞ്ഞത്. രശ്മിയെ പോലൊരു രാഷ്ട്രീയ നേതാവിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊട്ടാരക്കര സീറ്റും അവർക്ക് തന്നെ നൽകാനാണ് BJP-യിൽ സാധ്യത. അഖിലിനെ കൊല്ലം ജില്ലയിലെ മറ്റൊരു സീറ്റിലേക്ക് മാറ്റി നിർത്തി കൊട്ടാരക്കരയിൽ രശ്മി ഇറക്കുന്നാകും NDA-യുടെ വിന്നിംഗ് സ്ട്രാറ്റജിയും. ഇങ്ങനെ വന്നാൽ ചാത്തന്നൂരോ ചടയമംഗലമോ അഖിലിന് ലഭിച്ചേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA രണ്ടാമതെത്തിയ മണ്ഡലമാണ് ചാത്തന്നൂർ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.